ഹായ് ഫ്രണ്ട്സ്, ക്യൂക്ക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് മീൻ മുട്ട ഉപയോഗിച്ച് ഒരു മുട്ട തോരനാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീൻ്റെ മുട്ടയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നെയ്മീൻ്റെ മുട്ടയാണ്. അപ്പോൾ നമുക്കത് സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ നേരെ വരഞ്ഞ് അത് നമുക്ക് പൊളിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു കത്തി കൊണ്ടോ നമുക്ക് ആ ഒരു പാട പോലെയുള്ളത് മാറ്റിയെടുക്കാം. നമുക്ക് മീനിൻ്റെ മുട്ട ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. കാരണം അതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ കണ്ടത് നമുക്കൊരു തിൻ മെമ്പറൈൻ പോലെ, അതായത് ഒരു ഔട്ടർ കവറിങ് പോലെയുള്ളൊരു പാട പോലത്തെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീനിൻ്റെ മുട്ടകൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് നമുക്ക് കണ്ട ഒരു തിൻ മെമ്പറൈനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മീൻ മുട്ട നമുക്കൊരു വേറെ പാത്രത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിനായി നമ്മളിവിടെ അരമുറി നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക്, അല്പം ഇഞ്ചി, 2 കതിര് വേപ്പില, ഒരു സവാള പൊടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമ്മൾ നേരത്തെ പ്ലേറ്റിൽ ഉണക്കി വെച്ചിരുന്ന നാളികേരം ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നല്ലപോലെ ഒന്ന് വഴന്ന് വരാനായിട്ടാണ് നമ്മൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് അല്പം കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇനി നമ്മളിവിടെ നേരത്തെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന മീൻ മുട്ട ഈ പാനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് നന്നായി വെന്ത് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നാളികേരം ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മളൊരു 2 കതിര് വേപ്പില കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നോക്കൂ, നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ മീൻ മുട്ട കഴിക്കാൻ ഏറെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻസിൽ പറയണം കേട്ടോ.